Hello guys, Assalamualaikum. Welcome to my YouTube channel. ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. ഞങ്ങൾ കോട്ടക്കലുള്ള നെസ്റ്റോക്കാണ് കേട്ടോ പോണത്. ഒന്ന് രണ്ട് ചെറിയ വീഡിയോസ് എടുക്കണം, പിന്നെ കുറച്ച് ചില്ലറ ഷോപ്പിങ്ങും. അതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ അത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് കുറച്ചിങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേന് ഇതാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. ഒരു ലോറി കുടുങ്ങിയിട്ട് വേറൊരു ലോറി കെട്ടി വലിച്ച് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പെട്ട് പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ അവർ ഞങ്ങൾക്ക് സൈഡ് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈമിയുണ്ട്, ഐഷു ഉണ്ട്, അനു ഡ്രൈവ് ചെയ്യാണ്. അങ്ങനെ നല്ല മഴ ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ അത്ര വലിയ മഴയൊന്നുമില്ല. നെക്സോൺ എന്നാണ് അതിന്റെ പേര്. ടാറ്റ നെക്സോൺ. ടാറ്റ ടാറ്റന്റെ കമ്പനി എങ്ങനെ എനിക്ക് അറിഞ്ഞേ പറ. ടാറ്റ എന്നുള്ള ടീ ആണ് കേട്ടോ, മനസ്സിലായോ? നമ്മളെ വീട്ടിൽ പേപ്പർ അതിന്റെ ഓഫീസാണ് ഈ വെള്ള കേട്ടോ. ഈ വളവില് അവിടെ ഇരിക്കുന്ന മലയാള മനോരമ അതാണ്. ഇവിടെ നിന്നാണ് നമ്മളെ വീട്ടിൽ പത്രം വരുന്നത് കേട്ടോ. ഇവിടെ വെറുതെ വീഡിയോക്ക് വേണ്ടി എടുത്തതൊന്നല്ല കേട്ടോ. ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും അതിനിങ്ങനെ ഓരോ കാര്യങ്ങളും ഐശുവിന് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കും. ഐശു ആണെങ്കിൽ അതൊക്കെ നല്ല ഓർമ്മയാണ് കേട്ടോ. എനിക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല എന്താ ഒരു പ്രാവശ്യം പറഞ്ഞ് പിന്നെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല. പക്ഷേ ഐശു അങ്ങനെയല്ല, ഓളെല്ലാം ഓർത്ത് വെച്ചിട്ട് പിന്നെ പോകുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കും ചെയ്യും കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ നെസ്റ്റോയിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. കോഴിക്കോട് ഇതിൽ നല്ല തിരക്കാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കോട്ടയ്ക്കൊക്കെ വന്നത്. പക്ഷേ ഇവിടെയും നല്ല തിരക്കായിരുന്നു, നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഫുൾ ടൈം മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അധികം വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരുമോ എന്നുള്ളൊരു ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അത് മാത്രമല്ല അനൗൺസ്മെൻറ്റിൻ്റെ സൗണ്ട് കൊണ്ട് നമ്മൾ പറയണൊന്നും കേൾക്കില്ല കേട്ടോ. അവിടുത്തെ ഓഫറും കാര്യങ്ങളും നിൽക്കാണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അവിടെ. അപ്പോൾ ചെന്ന പാടെ തന്നെ ഐശുവിൻ്റെ കണ്ണിൽ ഇതാണ് പെട്ടത്. ഇങ്ങനത്തെ സംഭവങ്ങൾ കുറേ വീഡിയോസിൽ കാണലുണ്ട് കേട്ടോ. കാര്യമായിട്ട് പുള്ളോത്തിൻ്റെ ചാനലിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വാങ്ങിത്തരും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റൂമൊക്കെ ആകുമ്പോൾ ഞങ്ങളിതൊക്കെ വാങ്ങിത്തരും. ഇപ്പോൾ കൊണ്ടുപോയിട്ട് അത് വെക്കാനുള്ളൊരു സ്ഥലമല്ല, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഇത് 2-3 തരം കേട്ടോ. സീറ്റ് കുഷൻ ഉണ്ട്, കിഡ്സ് പില്ലോ ഉണ്ട്, അതേപോലെ ഡോർമാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിങ്ങനെ വെച്ചാൽ ഒരു കുട്ടി ഇങ്ങനെ ഇരുന്ന് കാലൊക്കെ കയറ്റി ചിരിക്കണ പോലെ ഉണ്ടാവും. നല്ലൊരു ഡെക്കോറേറ്റ് ആണ്. പുതിയ വീടൊക്കെ വെക്കുമ്പോൾ ഷോ പീസൊക്കെ ആയിട്ട് വെക്കട്ടോ. നല്ല അടിപൊളി സംഭവങ്ങൾ. പിന്നെ ഇങ്ങനെ കുറേ മിറർ ഉണ്ട്. ഒരു ഫുൾ ലെങ്ത്തുള്ള മിറർ വേണമെന്ന് എനിക്ക് കുറേ കാലമായിട്ട് ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അവിടെ അതില്ലായിരുന്നു, ഉണ്ടെങ്കിലും ഇപ്പോൾ അവിടെ നിന്ന് അത് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കുറേ മാറ്റ് കണ്ടു കേട്ടോ. അത് കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നു. വെറുതെ ഞങ്ങൾ വാങ്ങിക്കണില്ലെങ്കിലും എല്ലാം ഞങ്ങൾ നോക്കും. അതാണ് ഞങ്ങളൊരു ഇത്. ഭാവിയിൽ എന്തെങ്കിലും പുതിയ വീടൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് നോക്കണം നല്ല കേട്ടോ. വെറുതെ നോക്കിയതാണ്. പിന്നെ ഐഷ കുറച്ച് സ്കെച്ച് ക്രയോൺസൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ വാങ്ങിക്കട്ടെ ചോദിക്കാണ് കേട്ടോ. അപ്പോൾ അതിന് പറഞ്ഞ് നമുക്ക് ആമസോണിൽ നിന്ന് നോക്കിയിട്ട് വാങ്ങാം, അവിടെ ആകുമ്പോൾ കൂടുതൽ കളക്ഷൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചതാണ്. പിന്നെ അവൾ എന്തൊക്കെയോ നോട്ട് പാഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഞങ്ങൾ മറ്റേ ചലഞ്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സും വാച്ചൊക്കെ നോക്കാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. ആദ്യം ഞങ്ങൾ അവിടുത്തെ അച്ചാറ് സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് കുറച്ച് നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഈ അച്ചാറ് കണ്ടാൽ അപ്പം എൻ്റെ കണ്ണങ്ങോട്ട് പോവും. എത്ര കഴിക്കണ്ടെന്ന് വിചാരിച്ചാലും ഞാൻ ആ ഭാഗത്തേക്ക് പോവും. അതാണ് എൻ്റെ ഒരു ഇത്. ഫുഡ് കോർട്ടിലേക്ക് പോണ വഴിക്കായിരുന്നു മറ്റേ ഈ ചിക്കൻ, ഫിഷ്, മട്ടൻ അതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഐസിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെമ്മീനുണ്ട്, അത് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. വലിയ ചെമ്മീനില്ലേ, അതുകൊണ്ട് ചെറിയ ചെമ്മീനുണ്ട്. അപ്പോൾ അത് കണ്ട് വന്നപ്പോഴേക്ക് ഇതാ ഇവിടെ കുറേ മട്ടൻ്റെ പാർട്സൊക്കെ തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ അച്ചാറിൻ്റെ സെക്ഷൻ കേട്ടോ. എൻ്റെ പൊന്നോ എത്ര തരം അച്ചാറാണുള്ളതെന്ന് അറിയോ. എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എനിക്ക് അറിയണില്ല. പക്ഷേ ഞാൻ ഒന്നും വാങ്ങിയില്ല. ഞാൻ വേറൊരു കുപ്പിയാണ് വാങ്ങിയത് കേട്ടോ. ഒരു ബോട്ടിൽ ഒരു മാംഗോൻ്റെ. തൽക്കാലം അത് മതി എന്ന് വിചാരിച്ചു. കാരണം ഇവിടെ അതിനിടക്ക് വരുന്നതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ചെന്നതാണ്. അപ്പോൾ ഐഷു ഈ ഡോണറ്റിൻ്റെ മുന്നിൽ ഒന്ന് സ്റ്റെക്കായിട്ടോ. പക്ഷേ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. പകരം ഞങ്ങൾ വേറെ കുറച്ച് കേക്കാണ് വാങ്ങിയത്. ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ എന്തൊക്കെ വാങ്ങിക്കേണ്ടതെന്ന് കുറേ നേരം നോക്കി നിന്നു കേട്ടോ. ആകെ കൺഫ്യൂഷനായി. മൊത്തം കാണുമ്പോൾ നമ്മൾ എന്ത് വാങ്ങിക്കണമെന്ന്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഐമിക്കും കൂടി പറ്റണം എന്തെങ്കിലും വാങ്ങിക്കണം. അപ്പോൾ അതിന് കുറച്ച് ഫ്രൈഡ് റൈസ് എടുത്തോട്ടോ. പിന്നെ ഞങ്ങൾ 2 റോളും. ഐഷു ഇപ്പോൾ എന്താ വാങ്ങിച്ചത്? ഐഷു ഈ സ്ട്രിപ്റ്റോ അങ്ങനെ എന്തോ ട്രിപ്സ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് വരുന്നത്, ഈ ചിക്കൻ്റെ ചെറിയ സംഭവം ബ്രോസ്റ്റ് തന്നെ അതിൻ്റെ അങ്ങനത്തെ ഒരു സാധനം, അതാണ് വാങ്ങിച്ചത്. ഫുഡൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അതിനകത്ത് തന്നെ കഴിക്കട്ടോ ചെയ്തത്. എന്നിട്ടാണ് ബാക്കിയുള്ള ഷോപ്പിങ്ങൊക്കെ ചെയ്തത്. കാരണം വിശന്നിട്ട് ഒരു ബൈക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഐമിക്ക് ഫുഡ് കൊടുത്തു. ആ സമയത്ത് അനു ഫുഡ് കഴിച്ചിട്ട് പിന്നെ അനു ഐമിനെയും കൊണ്ട് പോയിട്ടോ. പിന്നെ ഞാനും ഐഷും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വാങ്ങിച്ച ഷവർമ റോള് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐഷു വാങ്ങിച്ച ഈ സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു ഈ എന്താ പറയുക റബ്ബറൊക്കെ വലിക്കണ പോലെ എന്തോ ഒരു വലിവുണ്ടായിരുന്നു കേട്ടോ. അതിന് ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു സാധാ ബ്രോസ്റ്റിന് ഇതിലാറ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബാക്ക് ടു ഷോപ്പിങ്ങിലേക്ക് തന്നെ മടങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ കേക്ക് പുഡിങ്ങൊക്കെ ഉള്ള ആ ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ പുഡിങ്ങൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. 2-3 കേക്ക് എടുത്തു. അത് ഏതൊക്കെയാണ് ഞാൻ കാണിച്ചിട്ട്, പക്ഷേ ഞങ്ങളത് ലാസ്റ്റാണ് എടുത്തത്. കാരണം അത് അത്രയും സമയത്ത്
മെൽറ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ക്രീമുള്ള കേക്ക് ആയിരുന്നു. ഇത് കണ്ടോ, ഇതാണ് ഒന്നെടുത്തത്. പിന്നെ ഡ്രീം കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സാധാ ഒരു ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് കേക്ക് എടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അടുത്ത ഷോപ്പിംഗ് തുടങ്ങി. ഈ ഒരു ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞതോടുകൂടി എൻ്റെ ഫോണിലത്തെ ചാർജൊക്കെ കഴിഞ്ഞ് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ അനുവിൻ്റെ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഈ സമയത്ത് അയിമ ഭയങ്കര കച്ചറായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര കരച്ചിലും വാശിയും എന്തൊക്കെയോ ഒരു ഇടങ്ങാറുണ്ടായിരുന്നു കേട്ടോ അയിമയ്ക്ക്. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ പിന്നെ മുകൾക്ക് പോയത് കേട്ടോ. അവിടെയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതും കുറച്ച് നേരം നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ഷോപ്പിംഗ് വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഈ കിച്ചൺ റിലേറ്റഡ് സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല അതും കുറച്ച് നേരം നോക്കി നിൽക്കാൻ തോന്നും. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ വുഡൻ്റെ ലിഡ് വരുന്ന ഈ ജാറൊക്കെ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം കേട്ടോ. പക്ഷേ നല്ലൊരു കിച്ചണൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അതൊക്കെ വാങ്ങിക്കാൻ ഇൻഷാ അല്ലാ. പിന്നെ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, ഇത് ഞാൻ കണ്ടുവച്ചതായിരുന്നു കേട്ടോ. ഇതൊരു 5-6 പീസ് അവിടെ ഉണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് അത് സ്റ്റോക്ക് ഔട്ട് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വാങ്ങിക്കണം എന്ന് വിചാരിച്ച് വന്നപ്പോഴേക്ക് അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇതിൽ നിന്നൊരു ബാഗ് എടുത്തത്. ഈ ഒരു ബാഗ് പിന്നെ ഞാൻ ഓക്കെ എന്നുള്ളൊരു മൈൻഡിലാണ് എടുത്തത്. മറ്റത് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. പിന്നെ ഞാൻ ബാഗ് എടുത്ത പൈസ പറഞ്ഞു എനിക്കും വേണമെന്ന്. അങ്ങനെ ഓളും ഒരു ബാഗ് എടുക്കുകയാണ്. പിന്നെ എനിക്ക് എന്തോ ആ ബാഗ് വേണം എന്നാൽ വേണ്ട എന്നുള്ളൊരു മൈൻഡായിരുന്നു. കാരണം ഒന്നും കൂടി വലിപ്പമുള്ളൊരു ബാഗാണ് ഞാൻ ആഗ്രഹിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇനി ഇങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ നോക്കാം, വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് തിരിച്ചു കൊടുത്തു കേട്ടോ. കാരണം ഞാൻ ബാഗ് എടുത്തപ്പോൾ ഐഷും ബാഗ് എടുക്കും. ഓൾക്കാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല ആ ബാഗിൻ്റെ, വെറുതെ ഇവിടെ കൊണ്ടുവന്നിട്ട് അലമാരിയിൽ വെക്കാനാണ്. അപ്പോൾ ഞാൻ വെച്ചാലും ഓളും തിരിച്ചു വെക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ബാഗ് തിരിച്ചു കൊടുത്തിട്ട് ഓളെ ബാഗും കൂടി അവിടെ വെച്ചിട്ട് പോരാ ചെയ്ത് കേട്ടോ. പിന്നെ അനു പറഞ്ഞു ബാഗിന് പകരം ഐശ്വര്യ ഡ്രസ്സ് എന്തെങ്കിലും നോക്കാമെന്ന്. അങ്ങനെ അത് കുറച്ച് നേരം നോക്കിയിട്ടോ. പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. ഒന്ന് ഒരു ഓക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടോ. കാരണം അത് പിന്നെ ഇടൂല, വെറുതെ എടുത്ത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതും വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ടോപ്പൊക്കെ നോക്കി ഓഫറൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും അത്ര ഒരു നല്ലതല്ലായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്തില്ല. പിന്നെ എനിക്കിപ്പോൾ ആവശ്യമില്ല ഡ്രസ്സിൻ്റെ, വെറുതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഷർട്ടിനും പാൻറ്റിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് നേരമൊക്കെ നോക്കിയിട്ടോ. ഈ 299-300 നല്ല ഷർട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നതായിരുന്നു. പക്ഷേ ഒന്നും അത്ര നല്ലതൊന്നും അല്ലായിരുന്നു കേട്ടോ. ക്ലോത്തൊന്നും അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ അതും എടുത്തില്ല. കുറച്ച് നേരം നോക്കി എല്ലാതും നോക്കാം. പിന്നെ ഞങ്ങൾ മുന്നേക്കാണല്ലോ. അതിനിടയ്ക്ക് ഐശ്വര്യ ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ചെരുപ്പ് എടുക്കുകയും ചെയ്തു കേട്ടോ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. അങ്ങനെ ഒരുവിധം ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. അപ്പോഴാണ് ഐഷ പറഞ്ഞ് ഫാൻസി ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഓൾക്ക് ഹെയർ ബാൻഡാണ് എടുത്തത്, വേറെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതായിരുന്നു ഇപ്പോൾ മെയിനായിട്ട് ഓൾക്ക് വേണ്ടത്. കാരണം സ്കൂൾക്ക് പോകുമ്പോൾ ഇപ്പോൾ മുടി കെട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ അധികം നേരമൊന്നും നിന്നിട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ അത്യാവശ്യം ടയർഡായിരുന്നു. പിന്നെ രാത്രിക്കൊക്കെ ഷവായും കൂടിയും പാർസലാക്കി വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. അവിടെ ഷവായ്ക്കും ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് പോന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് ഐശ്വര്യ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കൊണ്ടുവന്ന കേക്കൊക്കെ തിന്ന് തീർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ച കേക്കുകൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.